ഹലോ ഹായ് നമസ്കാരം. ഞാൻ പ്രിയങ്ക. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അതിനകത്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോസ് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സാൻഡ്വിച്ചാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 2 ബ്രെഡ് ഇതുപോലെ വച്ചിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പൊട്ടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. സോഫ്റ്റ് ബ്രെഡ് ആകുമ്പോൾ ചിലപ്പോൾ ഇത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണേ. ഇതുപോലെ ഞാനെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് വരാമേ. നമ്മുടെ ബ്രെഡെല്ലാം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. സവാള, ക്യാരറ്റ്, ക്യാബേജ്, ഇത്രയും നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ. ഇതെല്ലാം കൂടി ഞാൻ ഈ പാത്രത്തിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് 2 മുട്ട പുഴുങ്ങിയത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഒക്കെ ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് എത്ര വേണോ അത്രയും പൊടി ചേർത്ത് കൊടുക്കണേ. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഞാൻ തയ്യാറാക്കിയതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സ് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഞാൻ ഒരു 1/4 സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. മിക്സ് എല്ലാം ഇടുന്ന റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് അതിനകത്തോട്ട് ഈ മിക്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ചീസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചീസ് ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മറ്റ് പീസ് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് വെളിയിലോട്ട് പോകാതെ ഇരുന്നോളൂ. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇത് കഴിക്കാം. ഞാൻ ഒരു തവ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഈ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാൻഡ്വിച്ച് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആ സാൻഡ്വിച്ച് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള റെസിപ്പി കേട്ടോ. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ബ്രെഡെല്ലാം ഞാനൊന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കണേ. ഒത്തിരി കൂട്ടി വെച്ചാൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പെട്ടെന്നൊന്ന് റെഡിയായിട്ട് കിട്ടാനായിട്ടാണ്. ഇത് ഒരു സൈഡെല്ലാം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. കണ്ടോ, ഞാൻ
മയോണൈസിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. നിങ്ങൾക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് സെർവ് ചെയ്യാമേ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പം താങ്ക് യു.